അങ്ങേയറ്റം വേദനാജനകമായ ഒരു വാർത്തയിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചു. നിരവധി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് തീ പടർന്നത്. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. മരണസംഖ്യ ഉയർന്നേക്കുമെന്ന ആശങ്കയുണ്ട്. ശ്രീനാഥ് ചന്ദ്രൻ മുംബൈയിൽ നിന്ന് വിവരങ്ങൾ നൽകും. ശ്രീനാഥ്, എന്താണ് അവിടെ സംഭവിച്ചത്? എങ്ങനെയാണ് അവിടെ തീ പടർന്നത്? മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, അതിദാരുണവും അതിഭീകരവുമായ ഒരു ദുരന്തമാണ് ഗുജറാത്തിലെ രാജ്കോട്ടിൽ ഉണ്ടായത്. രാജ്കോട്ടിലെ ഒരു പ്രധാനപ്പെട്ട കുട്ടികൾ കളിക്കാനെത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഇടമാണ് TRP ഗെയിം സോൺ. അതായത് വിവിധ തരം കളികൾ അവിടെയുണ്ട്. ഗോ കാട്ടിങ്, ബൗളിംഗ് അടക്കമുള്ള കളികളുണ്ട്. സൗരാഷ്ട്രയിൽ തന്നെ ഇത്തരത്തിലുള്ള ഏറ്റവും വലിയ ഒരു കേന്ദ്രമാണ്. അതായത് രാജ്കോട്ട് വരുന്നത് സൗരാഷ്ട്ര മേഖലയാണ്. ഈ മേഖലയിൽ തന്നെ ഏറ്റവും വലിയ കേന്ദ്രം. അതുകൊണ്ട് ഈ ദുരന്തം നടക്കുന്ന സമയത്ത് നിരവധി കുട്ടികളും അവരുടെ രക്ഷിതാക്കളും അങ്ങനെ ആളുകൾ നിറഞ്ഞ ഒരു സമയത്താണ് ഈ അപകടം ഉണ്ടാവുന്നത്. വൈകിട്ടോടെയാണ് ഈ തീപിടുത്തം ഉണ്ടാവുന്നത്. പ്രാഥമിക നിഗമനത്തിൽ നിന്ന് മനസ്സിലാക്കുന്നത് AC-യിൽ പൊട്ടിത്തെറിയുണ്ടായി. അത് പിന്നീട് തീ പടരുന്ന സാഹചര്യത്തിലേക്ക് പോയി. ഈ സ്ഥാപനമാകെ നിന്ന് കത്തുന്ന കാഴ്ചയാണ് പിന്നീട് കണ്ടത്. പെട്ടെന്ന് തന്നെ കുറെ പേരെ ഒഴിപ്പിക്കാൻ കഴിഞ്ഞെങ്കിലും നിരവധി പേർ അതിനുള്ളിൽ കുടുങ്ങിപ്പോവുകയായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകൾ നീളുന്ന രക്ഷാപ്രവർത്തനത്തിൽ ഇപ്പോഴും മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്തുകയാണ്. ഏറ്റവും ഒടുവിൽ 24 മൃതദേഹങ്ങളാണ് ഇപ്പോൾ സിവിൽ ആശുപത്രിയിലേക്ക് എത്തിച്ചിട്ടുള്ളത്. ഇതിൽ നിരവധി കുട്ടികളുണ്ട്. ഈ എണ്ണത്തെക്കുറിച്ച് ഔദ്യോഗികമായ ഒരു കണക്ക് ലഭിക്കാത്തത് കൊണ്ടാണ് കുട്ടികളുടെ എണ്ണം നമുക്ക് പറയാൻ വേണ്ടി കഴിയാത്തത്. എന്നാൽ ഈ മരിച്ചവരിൽ കുട്ടികളുണ്ട്, സ്ത്രീകളുണ്ട് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏറെ ദുഷ്കരമായ ഒരു രക്ഷാപ്രവർത്തനം കൂടിയാണ് ഈ മേഖലയിൽ നടക്കുന്നത്. കാരണം ഉൾവശത്തേക്ക് ഫയർഫോഴ്സിനടക്കം എത്തിച്ചേർന്ന് ആളുകളെ പുറത്തേക്ക് എത്തിക്കാനൊക്കെ തന്നെ ബുദ്ധിമുട്ട് നേരിടുന്നുണ്ട്. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമാണ് എന്ന് സ്ഥലത്തെ പോലീസ് ഉദ്യോഗസ്ഥർ അടക്കം പറയുന്നുണ്ട്. എന്നാലും ശ്രമകരമായ ഒരു ജോലി അവിടെ നടക്കുന്നുണ്ട്. 3 പേർ ചേർന്നാണ് ഈ സ്ഥാപനം നടത്തുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഇവിടെ കൃത്യമായ ഈ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കുന്നതൊക്കെ തന്നെ വീഴ്ച വന്നു എന്ന് പ്രാഥമികമായി തന്നെ മനസ്സിലാവുന്നുണ്ട്. സ്ഥാപന ഉടമകളിൽ ഒരാൾ ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലുണ്ട്. 2 പേർ ഒളിവിലാണ് എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്കോട്ട് മേഖലയിൽ ഉള്ള സമാനമായ ഗെയിം സോണുകളൊക്കെ തന്നെ താൽക്കാലികമായി അടയ്ക്കാൻ വേണ്ടിയുള്ള ഉത്തരവ് ഇട്ടിട്ടുണ്ട്. മുഖ്യമന്ത്രി ഇപ്പോൾ രാജ്കോട്ട് കളക്ടറുമായി സംസാരിച്ച് അടിയന്തരമായ സാഹചര്യം നേരിടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. പ്രത്യേക അന്വേഷണ സംഘത്തെ ഒരു SIT രൂപീകരിച്ച് ഈ സംഭവം അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും രക്ഷാദൗത്യം ഇവിടെ ഈ മേഖലയിൽ ഇപ്പോൾ നടക്കുകയാണ്. ഇപ്പോഴും ഏറ്റവും ഒടുവിൽ 2 മൃതദേഹങ്ങൾ കൂടി സിവിൽ ആശുപത്രിയിൽ എത്തിയപ്പോഴാണ് ആകെ മരണസംഖ്യ 24ലേക്ക് എത്തുന്നത്. വിജയകുമാർ. അതിദാരുണമായ ഒരു വാർത്തയാണ് ഈ സമയം വരുന്നത്. ഗുജറാത്തിലെ രാജ്കോട്ടിലാണ് ഗെയിം സോണിലുണ്ടായ തീപിടുത്തത്തിൽ കുട്ടികൾ ഉൾപ്പെടെ 24 പേർ മരിച്ചത്. നിരവധി കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കെയാണ് അവിടെ തീ പടർന്നത്. AC-യിൽ നിന്ന് തീ പടർന്നു എന്നാണ് പ്രാഥമിക വിവരം. തീയണയ്ക്കാനുള്ള ശ്രമം തുടരുന്നുണ്ട്. പക്ഷേ ഏറെക്കുറെ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ തീ അണച്ചു കഴിഞ്ഞിട്ടുണ്ട്, നിയന്ത്രണ വിധേയമായിട്ടുണ്ട് എന്നാണ് ശ്രീനാഥ് റിപ്പോർട്ട് ചെയ്യുന്നത്. മരണസംഖ്യ ഉയരും എന്നൊരു ആശങ്ക കൂടിയുണ്ട്. പരിക്കേറ്റവർ നിരവധിയാണ്. എന്തായാലും മുഴുവൻ ആളുകളെയും ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾ ലഭ്യമായി വരുന്നതേ ഉള്ളൂ. ഈ സ്ഥാപന നടത്തിപ്പ് 3 പേരാണ്, അതിൽ ഒരാൾ പോലീസ് കസ്റ്റഡിയിലാണ്. ആ മേഖലയിലെ ഇത്തരം ഗെയിം സോണുകളാകെ അടച്ചിടാൻ സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ശ്രീനാഥ് ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.